ഇപ്പോൾ തന്നെ പ്രധാനമന്ത്രി ആവാസ് യോജന, അത് നരേന്ദ്രമോദിയുടെ അല്ല, പ്രജകൾക്കുള്ള സുരക്ഷിതമായ കൂര. അതിൽ ഒരു തരം എന്താണ് രാഷ്ട്രീയം കാണുന്ന എന്ത് ബ്രാക്കറ്റ് ചെയ്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ വിളിക്കുമ്പോഴാണ് ഇവർക്കെല്ലാം വെപ്രാളമാകുന്നത്. പ്രധാനമന്ത്രി ആവാസ് യോജന, ആര് പ്രധാനമന്ത്രിയായിട്ടിരുന്നാലും ഒരു കാലഘട്ടത്തിലെ പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ ചുമതലയിലുള്ള ഒരു വൈകാരികത നൽകുന്ന പ്രജകൾക്കുള്ള സുരക്ഷിതമായ കൂര എന്ന് പറയുന്ന അംശം മാത്രമേ ഉള്ളൂ. അതിൽ ഒരു തരം എന്താണ് രാഷ്ട്രീയം കാണുന്ന എന്ത് ബ്രാക്കറ്റ് ചെയ്ത് വേണേലും നിങ്ങൾക്ക് വിളിക്കാം. ഞാൻ വിളിക്കുമ്പോഴാണ് ഇവർക്കെല്ലാം വെപ്രാളമാകുന്നത്. അങ്ങനെയുള്ളവരെ എന്ത് ബ്രാക്കറ്റിലിട്ടും നിങ്ങൾക്ക് വിളിക്കാം, പ്രജകൾക്ക് വിളിക്കാൻ അവകാശമുണ്ട്. അങ്ങനെ വിളിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പെടുമെങ്കിൽ ഞാനും യോഗ്യനാണ് അത് കേൾക്കാൻ. എനിക്കങ്ങനെ മാറി നിൽക്കാനുള്ള ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. പക്ഷെ ഞാനതിൽ പെടില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നൽകുന്നതിന് പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പറയുന്നതിന് ഒരു ഓഡിറ്റിംഗ് ഉണ്ട്. ആ ഓഡിറ്റിംഗ് വഴി ചുങ്കം നൽകിയ ജനതയടക്കം ആ ചുങ്കപ്പണത്തിൻ്റെ ഇതുവഴിയുള്ള എല്ലാ പരിലാളനകളും ലഭിച്ച ഒരു വിഭാഗത്തിനും അറിയേണ്ടതുണ്ട്. ഈ തുക നീക്കി വെച്ചു, എത്ര വീട്, എവിടൊക്കെ, ആർക്കൊക്കെ എന്നറിയണ്ടല്ലേ? അതിനല്ലേ നമ്മൾ ഓഡിറ്റ് എന്ന് പറയുന്നത്. പൊതുജനത്തിൻ്റെ പണമാകുമ്പോൾ ഓഡിറ്റ് വേണം. ഇപ്പോൾ അച്ഛൻ 4 ലക്ഷത്തിനോ 5 ലക്ഷത്തിനോ 6 ലക്ഷത്തിനോ ചിലപ്പോൾ 2 ലക്ഷത്തിനോ വീട് വെച്ച് കൊടുക്കുമെന്ന് പറയും. അത് പക്ഷേ ഈ ഒരു കൺസോർഷ്യം മാത്രം അറിഞ്ഞാൽ മതി, നിങ്ങൾക്കുള്ളിൽ മതി ഓഡിറ്റ്. പക്ഷേ ഇത് ഗവൺമെൻറ്റിൻ്റെ പണം, ജനങ്ങളുടെ പണം എടുത്താണ് ചിലവാക്കുന്നതെങ്കിൽ അതിന് ഓഡിറ്റുണ്ട്. അത് കൃത്യമായി ചെയ്തേ മതിയാവും. ഇപ്പം എന്താ സംഭവിക്കുന്നതെന്നറിയാം? എനിക്ക് തോന്നുന്നു ഇനി PMAY വഴി വീടുകൾ ലഭിക്കുന്ന പാവങ്ങൾക്ക് അത് ലഭിക്കാതിരിക്കാനുള്ള ചില രാഷ്ട്രീയ വക്രങ്ങളാണ് പല സംസ്ഥാനങ്ങളുമുണ്ട്, ഇവിടെയുമുണ്ട്. ഇവിടുത്തെ വിഷയം ഞാനും മനോഹർ ലാൽ ഖട്ടർജി, urban ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററാണ്, അദ്ദേഹവും ചോദിച്ചതാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ ലഭിക്കുന്ന വീടിൻ്റെ മുമ്പിൽ ലൈഫ് എന്നാണെങ്കിൽ ലൈഫ് എന്ന് വയ്ക്കുക, PMAY എന്നാണെങ്കിൽ PMAY എന്ന് വയ്ക്കും. അത് കുറച്ചില്ല. അങ്ങനെ വീട് ലഭിക്കുന്നവർക്കൊക്കെ ഭയങ്കര നാണക്കേടാണ് അങ്ങനെ വയ്ക്കുന്നത്. അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞാൽ ഈ പണം ഓഡിറ്റ് ചെയ്യപ്പെടേണ്ടതല്ലേ, രാജ്യത്തിന് അറിയണ്ടേ? അപ്പോൾ അതിനും നമുക്കൊരു പബ്ലിക് ഓഡിറ്റ് ആവശ്യമാണ്. ഞാൻ അപേക്ഷിക്കുകയാണ്. ആർക്കാണ് ഇതിനകത്ത് നാണക്കേട്? ഇപ്പോൾ ഇന്നലെയും മെനിഞ്ഞാന്നുമായിട്ട് എൻ്റെ ഓഫീസിലെത്തിയവർക്ക് PMAY വഴി വീട് വരും, നിങ്ങൾക്ക് ബോർഡ് വയ്ക്കുന്നതിൽ കുറച്ചിലുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ 100% ആൾക്കാരും പറഞ്ഞത് ഞങ്ങൾ വേണമെങ്കിൽ എഴുതി തരാം, ഞങ്ങൾക്കൊരു കുറച്ചിലുമില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ രാഷ്ട്രീയ വക്രം ഈ പ്രതലങ്ങളിൽ നിന്ന് സ്വയം അവർ തൂത്തു നീക്കാൻ സാധിച്ചില്ലെങ്കിൽ നിങ്ങൾ ജനങ്ങൾ, പ്രജകൾ, രാജാക്കന്മാർ അതിന് തുനിഞ്ഞിറങ്ങണം എന്ന് മാത്രമാണ് ഈ വേദിയിൽ, യോഗ്യമായ വേദിയാണത്, ഇവിടെ നിന്നുകൊണ്ട് ഞാൻ ആഹ്വാനം ചെയ്യുന്നത്. ഒരുപാട് പാവങ്ങൾക്ക് അതുവഴി വീട് ലഭിക്കും. ഈ വൃത്തികെട്ട രാഷ്ട്രീയ മനസ്ഥിതി കൊണ്ട് പാവങ്ങൾക്ക് കൂരയില്ലാതെ പോകരുത്. എനിക്ക് എത്ര പേർക്ക് വെച്ചു കൊടുക്കാൻ പറ്റും? താണിയത്തച്ഛനും വർഗീസ് അച്ഛനും എത്ര പേർക്ക് വീട് വെച്ചു കൊടുക്കാൻ പറ്റും? ലക്ഷങ്ങളിൽ ഒതുങ്ങുമോ? വൈകാരികമായ പ്രശ്നമല്ലേ? മിമിക്രിക്ക് A ഗ്രേഡ് കിട്ടിയ ഒരു കുട്ടി നയന, തൃശ്ശൂർ, അതിൻ്റെ വീട് നിങ്ങൾ കാണും. ഹൃദയം കരയും. കണ്ണ് കരഞ്ഞാൽ നാട്ടുകാരെ കാണൂ. ഹൃദയം കരയണം, എങ്കിലേ വേദനയുണ്ടാവും. ഇപ്പോൾ 3 പെൺകുട്ടികളുള്ള വീട്, അച്ഛൻ ഉപേക്ഷിച്ചു ഇല്ല, അച്ഛൻ ഇല്ല, നിര്യാതനായി. അമ്മയും അമ്മുമ്മയും കൂടി കണ്ണിൽ എണ്ണ ഒഴിച്ച് രാത്രി ഉറങ്ങാതെ കാത്തിരിക്കും. 3 പെൺമക്കളാണ്. ആ വീട് നിങ്ങൾ കാണണം. എൻ്റെ ഏറ്റവും വലിയ സങ്കടം, അത് ചിലപ്പോൾ അതിനകത്ത് ഒരു സന്ദേശം ഉണ്ടാവാം. ആ വീടിൻ്റെ കൂര കേരളത്തിനൊരു കേന്ദ്രമന്ത്രി എന്ന് പറയുന്ന തൃശ്ശൂർ പട്ടണത്തിൽ വെച്ചിരുന്ന എൻ്റെ ഇലക്ഷൻ പ്രചരണത്തിനുള്ള ഹോർഡിങ്ങിൻ്റെ ഫ്ലെക്സ് എടുത്താണ് ആ വീടിന് കൂര എന്ന് പറയുന്നതിനകത്ത് സുരക്ഷയുടെ ഒരു അംശമുണ്ടെന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ടെങ്കിൽ പോലും സങ്കടമാണ്. ഒരുപക്ഷെ ഞാൻ എൻ്റെ മക്കളെ ഒന്നും തള്ളി പറയുന്നതല്ല, ആ കുട്ടികളുടെ അച്ഛനായിട്ട് കൂടി ഞാൻ ജനിച്ചിരുന്നെങ്കിൽ എന്ന് പോലും ആഗ്രഹിച്ചു പോകും, അല്ലേ? അത് ഹൃദയം കാണണം, ഹൃദയം വേദനിക്കണം, എങ്കിലേ അങ്ങനെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. ആരുടേതും ആരും പിടിച്ചു പറിക്കാൻ പാടില്ല, ഒന്നും തന്നെ. ചില വസ്തുവകകളുടെയൊക്കെ പ്രശ്നങ്ങളിൽ കിടക്കുന്ന, കോടതിയുമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന വസ്തുവകകൾ രാഷ്ട്രീയ സമ്മർദ്ദം ഉപയോഗിച്ച്
കൈവശപ്പെടുത്തി അക്രമം കാണിക്കുന്ന സമ്പ്രദായം എനിക്കറിയുന്ന എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നതായ വക്രങ്ങൾ എനിക്കറിയാം. അദ്ദേഹം ഒരു സമ്മതപത്രം എഴുതി തന്നാൽ ഞാൻ പേര് പറയാം. ആ രാഷ്ട്രീയത്വത്തിൻ്റെ ആ തരത്തിലുള്ള കിരാതം അവസാനിപ്പിക്കുന്നു. കൊല്ലത്താണ്, തിരുവനന്തപുരത്തുമുണ്ട്. നിഷേധിക്കപ്പെടുന്നത് ആ കുടുംബത്തിലെ നാഥനും അയാളുടെ മക്കളുടെ ഭാവിക്കുമാണ് ഇതുകൊണ്ട് ബാധിപ്പ് ഏർപ്പെടുന്നത്. മുനമ്പം വിഷയം ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്ന കാര്യമല്ല. അത് ശക്തമായിട്ട് നരേന്ദ്രമോദി സർക്കാർ കൈകാര്യം ചെയ്തിരിക്കും. മുനമ്പത്തിന് വേണ്ടിയല്ല. ഇവിടെ വന്ന് രാഷ്ട്രീയം കളിച്ച് കണ്ണീരൊഴുക്കി കാണിച്ചവരുടെ പോലെ ഞാൻ മുനമ്പത്തിന് വേണ്ടിയല്ല. അത് ഭാരതത്തിലെ ഒരു സംസ്കാരം, ഭാരതത്തിൻ്റെ സംവിധാനത്തിൽ അങ്ങനെ ഒരു കയ്യൂക്കിനും സ്ഥാനം കൊടുക്കില്ല, അനുവദിക്കില്ല. പല്ലും നഖവും ഉപയോഗിച്ച് ഭാരതീയ ജനതയുടെ മനസാക്ഷിക്കൊപ്പം നിന്നുകൊണ്ട് അത് നടപ്പിലാക്കി എടുത്തിരിക്കും. അതിൻ്റെ ഗുണം മുനമ്പത്തുമുണ്ടാവും. നിങ്ങൾ പറ, മറ്റ് വിഭാഗങ്ങൾക്ക് ഇവരുടെ പിടിച്ചുപറി കൊണ്ട് ദ്രോഹമേറ്റിട്ടുണ്ടോ? അതും കൈകാര്യം ചെയ്യാം. നരേന്ദ്രമോദി സർക്കാരിനെല്ലാം യൂണിഫോം എന്ന് പറയുമ്പോഴേ ഇവിടെ പറയലുകൊള്ളൂ. ഉടനെ പ്രമേയം പാസ്സാക്കാനുള്ള പേപ്പർ ഒരുക്കും. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. യൂണിഫോം തിങ്കിങ്, യൂണിഫോം ഡെലിവറൻസ്, യൂണിഫോം കെയർ, യൂണിഫോം ഇൻ ഗവർണൻസ്. അതേ ഉള്ളൂ. ക്രിസ്തീയ സഭകൾ ഏതെങ്കിലും ഹിന്ദുവിൻ്റെയോ മുസൽമാൻ്റെയോ സ്ഥലം അപഹരിക്കുന്നതിന് വളരെ വിപുലമായ പദ്ധതി തിട്ടമിട്ടിട്ടുണ്ടോ? അതും നമുക്ക് കൈകാര്യം ചെയ്യാം. എല്ലാം ജനറലൈസ്ഡ് ആയിരിക്കും. ഒരാളുടേതും മറ്റൊരാൾ പിടിച്ചു പറിക്കാൻ പാടില്ല.